നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 18-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 2-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം മകയിരൻ നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. മകയിരൻ നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ഗുണഫലത്തെ കൊടുക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ്. പിന്നെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നല്ല ഒരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന്. എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഈ ദിവസം തിരഞ്ഞെടുക്കാം. പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിന് ഈ ദിവസം സഹായകരമായി തീരും. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. നിങ്ങളെ സഹായിക്കുന്ന ദിവസമാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ മകയിരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വാർഷിക ഫലമാണ് നമുക്ക് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് അനുകൂലപ്രദമായ സമയമാണ്. വീട് വിൽക്കാനോ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനോ ഒക്കെ അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ ഉയർച്ചയിലേക്ക് പോകാൻ അനുകൂലപ്രദമായ കാലഘട്ടമാണ്. വിദേശയാത്രയ്ക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര പോകാൻ അല്ലെങ്കിൽ ജോലി തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ശുഭപ്രദമായ ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ് ഈശ്വരൻ. ഇതിന് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മൾ അത്രയും കഠിനാധ്വാനം ചെയ്യണം, അതിനു വേണ്ടി ഇറങ്ങണം. അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:51 തൊട്ട് 9:24 വരെയാണ് രാവുകാല സമയം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയമുണ്ട്. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 2 മണി 1 മിനിറ്റ് തൊട്ട് 3:33 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 10 മണി 56 മിനിറ്റ് തൊട്ട് 12:28 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഇന്നും വന്നിട്ടുള്ളത് 12:04 തൊട്ട് 12:52 വരെ വരുന്ന 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇതിലൊരു 4 മിനിറ്റ് നേരം ഒഴിച്ചാൽ 54 മിനിറ്റും നമുക്ക് ഉപയോഗത്തിലെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.